അല്ലാഹു തീരുമാനിക്കും. അല്ലാഹുക്കല്ലാതെ ആർക്കും പറയാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, ഹജ്ജിന് പോകുന്ന പലരും ഹജ്ജിന് പോയിട്ട് ആ കൗതുകമായ കാഴ്ചകൾ, അത്ഭുതങ്ങൾ കണ്ടിട്ട് ആ കണ്ടോടെ മടങ്ങി വന്നിട്ട് കണ്ട അത്ഭുതങ്ങൾ തന്റെ കുടുംബത്തോട് പറയാൻ വെമ്പലോടെ കാത്തിരിക്കുന്ന എത്ര ഹാജിമാര്, ഹജ്ജുമ്മമാര് ആ മക്കയിലും മദീനയിലും മരണപ്പെട്ടിട്ട് മുസ്ലിമീങ്ങളെ അടക്കം ചെയ്യുന്ന ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ടു പോയില്ലേ? അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരാൻ, ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ നടന്ന ചരിത്രങ്ങൾ പറയാൻ, സംസമിന്റെ വെള്ളം കുടിച്ച കഥ പറയാൻ, അതുപോലെ തന്നെ സഫാ മർവ മലകൾക്കിടയിലൂടെ ഓട്ടം നടത്തി പഴി നടത്തുമ്പോ അതിന്റെ കഥകൾ വന്നിട്ട് തന്റെ പ്രിയമയോട് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എത്ര പേർക്ക് കഴിഞ്ഞ സഹോദരാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഏതൊരു നാട്ടിൽ വെച്ചാണോ അല്ലാഹു ഒരാളെ മരിപ്പിക്കാൻ ഉദ്ദേശിക്കുക, ആ നാട്ടിലേക്ക് അല്ലാഹു അയാളെ കൊണ്ടെത്തിക്കാനുള്ള ഒരാവശ്യം അല്ലാഹു വിട്ടുകൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഏളാവൂരുള്ളൊരു സ്വദേശി വിദേശത്ത് പോയി മരണപ്പെടുമ്പോ അല്ലാഹു ഒരു കാരണം കൊടുക്കും ആ നാട്ടിലേക്ക് എത്താൻ. നാട്ടിൽ ഡ്രൈവറാണ്, വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുന്നു, മക്കളുണ്ട്, ഭാര്യയുണ്ട്, അത് പോരാ, കുടുംബത്തിന്റെ ഉപജീവനത്തിന് പോരാതൊരു ചിന്ത വരുമ്പോ വിദേശത്ത് പോയി അടിമപ്പണി ചെയ്തിട്ടാണെങ്കിലും പനയിൽ കയറിയിട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ മക്കളെ പോറ്റണം, എന്റെ ഭാര്യക്ക് ചെലവ് കൊടുക്കണമെന്ന ആഗ്രഹത്തിന് ഒരു വിഷയം തട്ടിക്കൂട്ടി വിദേശത്തേക്ക് ലക്ഷങ്ങൾ മുടക്കി പോകുമ്പോ അവിടെ വെച്ച് ആ സഹോദരൻ മരണപ്പെടുന്നെങ്കിൽ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വിദേശത്തേക്ക് പോകാൻ അല്ലാഹു ഒരു കാരണമിട്ട് കൊടുക്കുകയാണ്. കാരണം എന്താ? അവിടെ വെച്ച് മരിക്കാനും ആ മണ്ണിനോട് അലിഞ്ഞു തരാനുമാണ് അല്ലാഹുവിന്റെ തീരുമാനമതാ. അല്ലാഹുവിന്റെ തീരുമാനമതാണ്. ആ തീരുമാനത്തിനപ്പുറത്തേക്ക് കഴിയൂല. ആ തീരുമാനമാണ് ആ മനുഷ്യനെ അവിടെ കൊണ്ടെത്തിച്ചത്. അനുഭവങ്ങൾ പറയാറുണ്ട്. കുട്ടിയത്തൊരു സഹോദരൻ, ഒരു ചെറുപ്പക്കാരൻ, 30-32 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, എപ്പോഴും ഞാൻ ഓർത്തു പോകാറുണ്ട് പ്രിയമുള്ളവരെ, 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഈമാനികമായ സ്പിരിറ്റുള്ള ഇത്ര നല്ലൊരു ചെറുപ്പക്കാരൻ, പാൻറ് ധരിച്ചാൽ പോലും കണ്ടങ്കാലിന് താഴേക്ക് പാൻറിറക്കി ധരിക്കാത്ത ചെറുപ്പക്കാരൻ. നമുക്ക് കൊള്ളിന് കോരണമെന്ന് കേൾക്കുമ്പോ ഈ വർത്തമാന കാലഘട്ടത്തിന് അഭിനവ യുവാക്കളെന്ന് മനസ്സിലാക്കണമെന്ന് ചെറുപ്പക്കാരാ, അവന്റെ തെളിവെളുപ്പിന്റെ പേരില് നിനക്ക് ലക്ഷങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും ശമ്പളം കിട്ടുന്നു എന്നതിന്റെ അഹങ്കാരത്തിന്റെ പുറത്ത് നിനക്ക് കയറിക്കിടക്കാൻ സുന്ദരമായ കൊട്ടാരമുണ്ടെന്നതിന്റെ പേരില് നിനക്ക് സഞ്ചരിക്കാൻ ലക്ഷങ്ങൾ വിലപിടിച്ചുള്ള ലക്ഷറി വാഹനങ്ങളുണ്ട് എന്നതിന്റെ പേരില് അഹങ്കാരത്തോടെ അല്ലാഹുവിനെ വെല്ലുവിളിച്ച് അവന്റെ ഹബീബായ മുത്തുനബിയെ വെല്ലുവിളിച്ചിട്ട് പള്ളിയുടെ വിനാരങ്ങളിൽ നിന്ന് ഭാഗ്യന്റെ ശബ്ദമലയടിക്കുമ്പോ അല്ലാഹുവിനെ ധിക്കരിച്ചിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് സിനിമാശാലകളിലേക്കും അതുപോലെ തന്നെ മറ്റു ഷോപ്പുകളിലേക്കും ഇറങ്ങി തിരിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, നിനക്കിതൊരു പാഠമാകണം, നിനക്കിതൊരു ഗുണപാഠമാകണം. ശരിയാണിക്ക് താഴെ പാൻറിറക്കി ധരിക്കാത്ത ചെറുപ്പക്കാരൻ പാൻറും ഷർട്ടും തൊപ്പിയും ധരിച്ച് ഫർളായ നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തുകൾ നമസ്കരിച്ചിട്ട് ആ ചെറുപ്പക്കാരന്റെ ഓർമ്മയിലെ തഹജ്ജുദ് മുടക്കിയിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് പോലും ഒരു തഹജ്ജുദ് പോലും മുടക്കാത്ത ചെറുപ്പക്കാരൻ ഒരു ദുഹാ നമസ്കാരം മുടക്കാറില്ല, ഒരു ഇസ്റാഖ് മുടക്കാറില്ല. അങ്ങനെ സുന്നത്തായ കർമ്മങ്ങൾ മുഴുവനും നിർവഹിച്ചിട്ട് മുമ്പ് മസ്കറ്റിൽ കുറെ നാൾ ജോലി ചെയ്തിരുന്നു. എന്നിട്ട് മടങ്ങി നാട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ അല്ലറ ജോലികൾ ചെയ്ത് ജീവിക്കുമ്പോ പലരും ചോദിച്ചു, നിങ്ങൾ വിദേശത്തേക്ക് ഇനി പോകുന്നില്ലേ? നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ ഇനി യാത്രയാകുന്നില്ലേ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇനി ഞാൻ വിദേശത്തേക്കില്ല, ഈ നാട്ടിൽ നിന്ന് പറ്റാവുന്ന ജോലി ചെയ്ത് ഞാൻ എന്റെ കുടുംബത്തെ പോറ്റുന്നുണ്ട്, ഭാര്യ സംരക്ഷിക്കും, മക്കളില്ല, വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് മക്കളില്ല. പ്രിയമുള്ളവരെ, ആ സഹോദരന്റെ മനസ്സിലാഗ്രഹം എല്ലാവരോടും പങ്കുവെക്കാറുണ്ട്. മദീനയിലേക്ക് എനിക്കൊരു വിസ കിട്ടിയാൽ ഞാൻ പോകും. എന്താ പറയാൻ കാരണം? മുഹിബ്ബാണ്, ഹുബ്ബുൻ നബി തലക്ക് പിടിച്ചൊരു മനുഷ്യൻ, ചെറുപ്പക്കാരൻ. അങ്ങനെ ഒരാളെ നമുക്ക് ഇന്ന് കാണാൻ കഴിയുമോ? അത്ഭുതം തോന്നും നമുക്കൊക്കെ. നമ്മളൊക്കെ ഈ വേഷത്തിൽ ഇങ്ങനെ നടന്നിട്ടു, ഈ ആലിമിന്റെ പട്ടമൊക്കെ വാങ്ങി ഇങ്ങനെ പ്രസംഗിച്ച് നടന്നിട്ടും പ്രിയമുള്ളവരെ അത്ഭുതം തോന്നുന്നു. ഇതുപോലെയുള്ള ചെറുപ്പക്കാരൻ ലോകത്ത് അപൂർവം. എന്റെ പ്രവാചകൻ ദിവസവും 100
നൂറുകണക്കിന് സ്വലാത്തിന്റെ പൂമാല കോർത്ത് അങ്ങ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുന്നാരമുത്തനബിയുടെ റൗളയിലേക്ക് ആ സ്വലാത്ത് ഇങ്ങനെ അർപ്പിക്കുന്ന ചെറുപ്പക്കാരൻ, ആ മനുഷ്യന്റെ, ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ ആഗ്രഹം എന്താ? മദീനയിലേക്ക് വിട്ടുകിട്ടിയ ഞാൻ പോകും. കാരണം എന്താ? എന്റെ ഹബീബ് അന്തി ഇറങ്ങുന്ന നാട്, എന്റെ നബിതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്, ആ നാട്ടിൽ എനിക്ക് പോകണം, ആ നാട്ടിലേക്ക് പോകാൻ സൗഭാഗ്യം കിട്ടി ഞാൻ പോകും. അങ്ങനെ ഇരിക്കുമ്പോ പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരൻ അങ്ങോട്ടൊരു വിസിറ്റ് നോക്കണം. അല്ലാഹു തആല അവിടെ കൊണ്ടെത്തിക്കുന്നു. ആ ചെറുപ്പക്കാരൻ അതിനു മുമ്പ് എല്ലാവരെയും കണ്ടിട്ട് യാത്ര ചോദിച്ചു. ഒരാളെ ഒഴിവാക്കിയില്ല, എല്ലാ ബന്ധുമിത്രാദികളെയും കണ്ട് യാത്ര ചോദിച്ചു. വിദേശത്തേക്ക് മദീനയിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞാൻ മദീനയിൽ ഇവിടെ വെച്ച് മരണപ്പെട്ടാൽ എന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകരുത്, ആദ്യമായി വസിയത്ത് ചെയ്തു. എന്നിട്ട് മദീനയില് മുസ്ലിമീങ്ങളെ പൊതുവായി അടക്കം ചെയ്യുന്ന മക്ബറകളിൽ ശ്മശാനത്തിൽ ചെന്നു. എന്നിട്ട് അദ്ദേഹം അവിടുത്തെ ആളിനോട്, വാച്ചനോട് ചോദിച്ചു, ഇന്ത്യക്കാരൊക്കെ മരണപ്പെട്ടാൽ എവിടാ, മലയാളികൾ എവിടാ? ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും അന്വേഷിച്ചു, എവിടെയാ ജനാസ അടക്കം ചെയ്യുന്നത്. എന്നിട്ട് ആ ഖബർസ്ഥാനൊക്കെ മൊത്തത്തിലൊന്ന് കണ്ടു, പരതി അന്വേഷിച്ചു, ഇറങ്ങി വന്നു. ഒരു ദിവസം സുന്നത്ത് നോമ്പ് പിടിച്ച് നോമ്പ് മുറിക്കാനുള്ള സമയമായി തന്റെ കഫീലിന്റെ അടുക്കലേക്ക് വരുമ്പോ മുതലാളി പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, അത് പോയി നിങ്ങൾ എടുത്തുകൊണ്ട് വരണം, വന്നിട്ട് പിന്നെ നമുക്ക് റാഹത്തായിട്ട് ഒരുമിച്ചിട്ട് നോമ്പ് മുറിക്കാമെന്ന് പറഞ്ഞ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു 10-15 വയസ്സുള്ള ഒരു പയ്യൻ അവനെയും കൂടെ വണ്ടി കയറ്റിയിട്ട് ഇദ്ദേഹം വാഹനവുമായിട്ട് പോയി ഗ്യാസ് സിലിണ്ടറും എടുത്തു. ബൈ റൂട്ടിൽ മെയിൻ റോഡിലേക്ക് ആ ചെറുപ്പക്കാരന് വാഹനം വന്ന് കയറുന്നു. അവിടെ വെച്ച് വാഹനം നിന്നു. പ്രിയമുള്ളവരെ, വിദേശത്ത് പോയവർക്കറിയാം, ചൂരിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ വാഹനം ഒന്ന് സ്ട്രക്കായാൽ, ഒന്ന് നിന്നുപോയാൽ അടുത്ത വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. മെയിൻ റോഡിലൂടെ ചൂരിപ്പാഞ്ഞു വരുന്ന വാഹനം. ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ തന്റെ അടുത്തിരുന്ന കുട്ടിയോട് പറയുന്നു, മോനെ, നമ്മൾ മരിക്കാൻ പോവുകയാണ്, സമയമെടുത്തിരിക്കുന്നു, ഷഹാദത്തിന്റെ വചനങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിക്കുക എന്ന് പറഞ്ഞിട്ട് വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഷഹാദത്തിന്റെ വചനം ഉച്ചരിച്ചു. പ്രിയമുള്ളവരെ, വാഹനം ഒന്ന് ഇടിച്ചു, തകർന്നു. ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. കലിമ ചൊല്ലിയെന്നൊക്കെ എങ്ങനെ അറിഞ്ഞാൽ, ഈ പയ്യൻ 15 വയസ്സുള്ള കുട്ടി കുറെ ദിവസങ്ങൾക്ക് ശേഷം ഓർമ്മയൊക്കെ വീണു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് നടന്ന അവസ്ഥകൾ. തങ്ങൾക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. കലിമ ഉച്ചത്തിൽ ചൊല്ലിയാണ് മരിച്ചത്. ആ സഹോദരന്റെ കുട്ടിയും സ്വദേശിയാണ്. ആ സഹോദരന്റെ ജനാസ അവിടെ തന്നെ അടക്കം ചെയ്തു. ഞാനൊരു അനുഭവം പറഞ്ഞതാ. ആ സഹോദരന്റെ ജനാസ അവിടെ അടക്കം ചെയ്തു. ബന്ധുമിത്രാദികളും വീട്ടുകാരും അന്വേഷിച്ചപ്പോ ഇങ്ങനെ ഒരു വസിയത്തുണ്ട്. മദീന മുനവ്വറയിലെ പ്രവാചകന്റെ ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്, ആ നാടിന്റെ പരിസരത്ത് തന്നെ എന്റെ ശരീരവും അന്തിയിറങ്ങണമെന്നൊരു ആഗ്രഹം, ഒരു അഭിലാഷം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ മദീനയുടെ മണ്ണിൽ തന്നെ എന്നെ അടക്കം ചെയ്യണമെന്ന് എന്റെ ആഗ്രഹമാണെന്ന് പറയുമ്പോ ആ വസിയത്തനുസരിച്ചുകൊണ്ട് കൂട്ടുകാരും ബന്ധുമിത്രാദികളും അവരുള്ളവരൊക്കെ ഓടിക്കൂടി അവിടെ തന്നെ ജനാസ അടക്കം ചെയ്തു. റസൂലുള്ളാഹി പറയുന്നു, ഏതെങ്കിലും ഒരു നാട്ടിൽ വെച്ച് മരിക്കാൻ അല്ലാഹു തആല ഒരാളുടെ റൂഹിനെ പിടിക്കാൻ അല്ലാഹു തീരുമാനിച്ചാൽ അല്ലാഹു തആല ആ നാട്ടിലേക്ക് ഒരു ആവശ്യമിട്ട് കൊടുക്കും, കൊണ്ടുപോകും. നമ്മുടെ ബന്ധുമിത്രാദികൾ, ഉറ്റവരുടേവർ, എത്ര അനുഭവങ്ങൾ നമുക്ക് പറയാൻ കാണും. ധാരാളം ആളുകൾ അങ്ങനെ മരിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അപ്പോൾ ഏത് മണ്ണിലാണ് മരിക്കുക ഒരാൾക്കും പറയാൻ കഴിയില്ല. എവിടെ വെച്ചാണ് മരണം പിടികൂടുക ഒരാൾക്കും പറയാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു സിദ്ധൗഷധം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത് മരണസ്മരണ വർദ്ധിപ്പിക്കലാ. ജീവിതത്തിന്റെ സർവ്വരസങ്ങളും മുറിച്ചു കളയുന്ന, രസാനുഭൂതികളെല്ലാം മുറിച്ചു കളയുന്ന മരണമുണ്ടല്ലോ, ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വിവരിപ്പിക്കണേ. അതല്ലാതെ എത്ര ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തൂല. മരണചിന്ത അധികരിപ്പിക്കണം, മരണത്തെക്കുറിച്ചുള്ള സ്മരണകൾ അധികരിപ്പിക്കുക. ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മരിക്കൂല എന്ന് പറയാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരണത്തിന് കീഴടങ്ങേണ്ടവരാ. എത്രയോ സ്വപ്നങ്ങളുമായി, മധുര സ്വപ്നങ്ങളുമായി ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നവരാ. എത്രയോ സ്വപ്നങ്ങളുമായിട്ടാ ഞാനും നിങ്ങളും യാത്ര ചെയ്യാറുള്ളത്. പക്ഷേ ഈ സ്വപ്നങ്ങളൊക്കെ തീട്ടുകൊട്ടാരം തകർത്തെറിയുന്നത് പോലെ, തകർന്നെറിയുന്നത് പോലെ പ്രിയമുള്ളവരെ, എല്ലാ സ്വപ്നങ്ങളും തകടം വരുന്നുണ്ട്. ഞാനും നിങ്ങളും ഒരു വേള യാത്ര ചെയ്യേണ്ടതല്ലേ. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ്സ് തരട്ടെ.